അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താലിബാൻ, അതിൻ്റെ ഉത്ഭവവും വളർച്ചയും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. സമകാലിക സൗത്ത് ഏഷ്യൻ രാഷ്ട്രീയ പരിസരത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് അഫ്ഗാന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അതിൽ സ്വാഭാവികമായും താലിബാന്റെ രൂപീകരണവും 1996 മുതൽ 2001 വരെയുള്ള അവരുടെ ഭരണകാലവും അതുമായി ബന്ധപ്പെട്ട വിവിധ വിവാദങ്ങളും പിന്നീട് ഒരു 4-5 വർഷങ്ങളായി അവരുടെ സജീവമായ സാന്നിധ്യവും മിലിറ്ററി ആയിട്ടും സൈനികമായ മേഖലയിലാവട്ടെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലാവട്ടെ അഫ്ഗാനിസ്ഥാനിലെ അവരുടെ ഒരു തിരിച്ചുവരവും അത് കൂടുതൽ വിവാദപരമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. സ്വാഭാവികമായും താലിബാന്റെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കേണ്ടി വരും. താലിബാൻ എന്നത് ഭാഷാപരമായി നമുക്കറിയാം വിദ്യാർത്ഥി എന്നുള്ളതിൻ്റെ പ്ലൂരൽ രൂപമാണ്. പഷ്തു, അഫ്ഗാനി, പേർഷ്യൻ, ഉറുദു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പദപ്രയോഗമാണല്ലോ അത്. ആ ഒരു സാഹചര്യവും അത് രൂപപ്പെടുന്നത് ദയൂബന്ദി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിലും കൂടിയാണ്. ഈ ഒരു ചർച്ച മാറ്റിവെച്ചാൽ ഇതൊരു താലിബാന്റെ ഒരു ഭാഷാപരമായ വിഷയമാണ് ഞാൻ സംസാരിച്ചത്. അതിൻ്റെ അപ്പുറം അഫ്ഗാനിൽ തന്നെ രൂപപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് താലിബാന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അതിൽ പ്രധാനമായും അഫ്ഗാൻ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഫ്ഗാൻ ജിഹാദിന്റെ ചരിത്രം നമുക്കറിയാം. 90-ലധികം, ഏകദേശം 95-ലധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകളായി നജീബുള്ളയുടെയും അമാനുള്ള ഖാന്റെയും അടക്കമുള്ള വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ഭരണകൂടം രൂപീകരിക്കുകയും USSRന്റെ സഹായത്തോടുകൂടി ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് മറ്റൊരു അന്താരാഷ്ട്ര ചർച്ചയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതായത് അമേരിക്കയും USSRും തമ്മിലുള്ള ശീതയുദ്ധ പശ്ചാത്തലത്തിലും കൂടിയാണല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക USSRനെ ഏത് വിധേനയും പരാജയപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ USSRനെതിരെ പോരാടാൻ കെൽപ്പുള്ള തയ്യാറെടുക്കുന്ന അവിടുത്തെ പോരാളികളെ അക്ഷരാർത്ഥത്തിൽ പോരാളികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം സോവിയറ്റ് യൂണിയന്റെ പങ്കാളിത്തത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തോടുകൂടി അഫ്ഗാനിൽ ഭരിച്ച ഭരണകൂടങ്ങളെല്ലാം മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റിയെ പരമാവധി തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ചരിത്രപരമായ ഒരു വസ്തുതയും കൂടിയാണ്. കാരണം സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണകൂടങ്ങളെല്ലാം, അത് ഈസ്റ്റേൺ യൂറോപ്പ് ആവട്ടെ, സെൻട്രൽ ഏഷ്യ ആവട്ടെ, ഈ അഫ്ഗാൻ ഭാഗങ്ങളാവട്ടെ, എല്ലായിടത്തും ഇസ്ലാമിക ചിഹ്നങ്ങളെയും മുസ്ലിം സിംബലുകളെയൊക്കെ തൂത്തെറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഇവർക്കെതിരെ അഫ്ഗാനിൽ പോരാട്ടവും കൂടി നടക്കുന്നത്. മറ്റൊരു അഫ്ഗാൻ പോരാട്ടത്തിന്റെ ഒരു ചരിത്രപരമായ ഒരു പ്രത്യേകത, അവിടെ ഏതൊക്കെ അധിനിവേശകർ വന്നോ, അഫ്ഗാനികളല്ലാത്ത പുറത്തു നിന്ന് അഫ്ഗാനെ ഭരിക്കാൻ വന്നോ, അഫ്ഗാനികളുടെ താല്പര്യം ഇല്ലാതെ ഭരിക്കാൻ ശ്രമിച്ചോ, അവരൊക്കെയും പരാജയപ്പെടുന്ന ഒരു ചരിത്രമാണ് അഫ്ഗാന്റെ ഒരു ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അധിനിവേശകരുടെ ശവപ്പറമ്പ് എന്ന പേരിൽ പോലും അഫ്ഗാൻ മണ്ണ്, അഫ്ഗാൻ കുന്നുകളും മലകളും ഭൂമി തന്നെയും അറിയപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലവും കൂടി ഉള്ളത് കൊണ്ട് അഫ്ഗാനികളല്ലാത്ത, അഫ്ഗാനിന്റെ ജനങ്ങൾക്ക് പറ്റാത്ത ഒരാശയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന USSRന്റെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അതിൻ്റെ കൂടെ തന്നെ USSRനെതിരെയും പോരാടുക എന്നതും ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കപ്പും കൂടി അതിനുണ്ടായിരുന്നു. ഈ ഒരു അഫ്ഗാനികളുടെ ഒരു സ്വാതന്ത്ര്യമോഹം, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ ഒരു വിഷയം, ഇതിനെ രണ്ടിനെയും അമേരിക്ക സൈനികമായും സാമ്പത്തികമായും ആയുധപരമായും തന്നെ നയതന്ത്രപരമായും തന്നെ സഹായിച്ചുകൊണ്ടിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അഫ്ഗാൻ ജിഹാദ് എന്ന പേര് നടന്നത്.
ഈ അഫ്ഗാൻ ജിഹാദിൽ സ്വാഭാവികമായി അവരെ പരാജയപ്പെടുത്തുകയും 92-ൽ നജീബുല്ല ഖാൻ അവസാനമുണ്ടായിരുന്ന പ്രസിഡന്റിനെ ഈ അഫ്ഗാൻ മുജാഹിദുകൾ തൂക്കിലേറ്റുകയും ചെയ്തതോടുകൂടി പിന്നീട് സംഭവിക്കുന്നത് അഫ്ഗാനിൽ തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നത രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഗോത്രവർഗക്കാരാണ് കൂടുതലുള്ളത്. അത് താജിക് പസ്തൂൺകാരാണ് ഭൂരിപക്ഷമുള്ളത്. താജിക് മുസ്ലിങ്ങളുമുണ്ട്, തുർക്കുമൻ മുസ്ലിങ്ങളുമുണ്ട്, ഹസാരകളുമുണ്ട്. അങ്ങനെ വിവിധ ചെറുതും വലുതുമായ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തെ സജീവമായ പലതരം ഗോത്രങ്ങളും അവിടെയുണ്ട്. ഇത് ഈ അഫ്ഗാൻ ജിഹാദിന് ശേഷം ഇത് കൂടുതൽ വൾണറബിളായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അഫ്ഗാൻ ജിഹാദിന്റെ ഒരു പശ്ചാത്തലത്തിലും അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 മുസ്ലിം സംഘടനകളാണ് ജമയത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിരുന്ന പിന്നീട് എതിർ ടീമായി മാറിയ ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറിന്റെ നേതൃത്വത്തിലുള്ള ഹിസ്ബെ ഇസ്ലാമി. ഈ 2 പേരും, അതായത് ബുർഹാനുദ്ദീൻ റബ്ബാനിയും അതുപോലെ തന്നെ ഗുൽബുദ്ദീൻ ഹിക്മത്തിയാറും മുഹമ്മദ് ഗുലാം നിയാസി എന്നറിയപ്പെടുന്ന അഫ്ഗാനിൽ തന്നെ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അതിപ്രധാനമായി എടുത്തു പറയേണ്ട ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ ശിഷ്യന്മാരും കൂടിയാണ് ഇവർ 2 പേരും. ഈ ഗുലാം നിയാസി ഈജിപ്തിൽ പോവുകയും അവിടുന്ന് ഒരു ഇഖ്വാനി ചിന്തകളൊക്കെ കൊണ്ടുവരികയും അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ജമിയത്ത് ഇസ്ലാമി എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അത് ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ കീഴിലേക്ക് വരികയും ഹിക്മത്തിയാർ അവിടുന്ന് മാറി അദ്ദേഹത്തിന് ഹിസ്ബെ ഇസ്ലാമി രൂപീകരിക്കുകയും ചെയ്യുന്നു. ഈ 2 പേരും അവരുടെ സംഘടനകളും ഈ ഭിന്നതയിൽ പ്രധാന ഭാഗവാക്കായി മാറുന്നുണ്ട് പിന്നീട് അഫ്ഗാൻ ജിഹാദിന് ശേഷമുള്ള. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ബുർഹാനുദ്ദീൻ റബ്ബാനിക്ക് താജിക് വംശജരുടെ ശക്തമായ പിന്തുണ. അതുപോലെ തന്നെ ബുർഹാനുദ്ദീൻ റബ്ബാനിയുടെ കൂടെ ഉണ്ടായിരുന്ന അഹ്മദ് ഷാ മസൂദ് എന്ന് വിളിക്കപ്പെടുന്ന പഞ്ചഷീർ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും തുർക്കുമൻ താജിക് ട്രൈബുകളുമായിട്ടുള്ള ഒരു കൊളാബറേഷനും എല്ലാം ബുർഹാനുദ്ദീൻ റബ്ബാനിക്ക് ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു. അതേസമയം തന്നെ ഹിക്മത്തിയാർ പഷ്തു വിഭാഗത്തിന്റെ സപ്പോർട്ട് ലഭിച്ച ആളായിരുന്നു. അപ്പം ഈ ഒരു ധൈര്യവും കോൺഫ്ലിക്റ്റും സംഘടനകളുടെ തമ്മിലുള്ള ഭിന്നതയും അത് അവിടെ മുഴച്ചു നിന്നതുകൊണ്ട് അഫ്ഗാൻ ജിഹാദിന് ശേഷം എന്ത് എന്നുള്ള ഒരു ചോദ്യം അവിടെ മുഴച്ചു നിൽക്കുകയും പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. അത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇടക്കാലത്ത് ബുർഹാനുദ്ദീൻ റബ്ബാനി പ്രസിഡന്റ് ആവാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് അത് വീണ്ടും അവർക്കൊരു സ്ഥിരമായ ഒരു ഗവൺമെന്റ് അവിടെ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അമേരിക്കയുടെ ഒരു സാന്നിധ്യം, USSR അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കി അവശേഷിപ്പിച്ച അവസാനത്തെ പ്രത്യയശാസ്ത്രപരമായ പരിസരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായ പരിസരങ്ങൾ, ഈ ഗോത്രവർഗക്കാരുടെ തമ്മിലുള്ള ഭിന്നതകൾ, അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായ ചില വടംവലികൾ, യുദ്ധങ്ങൾ, അറ്റാക്കുകൾ, അതുപോലെ തന്നെ സംഘടനകൾ തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നത് ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു താലിബാൻ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം അവർ പറയുന്നത് ഈ സംഘടനാപരമായ പ്രശ്നങ്ങളെയും അതിനെയും കവച്ചു വെച്ചുകൊണ്ട്, ഗോത്രവൈരത്തെയും കവച്ചു വെച്ചുകൊണ്ട് അഫ്ഗാനികളെ മുഴുവൻ ഒന്നിപ്പിക്കാൻ പറ്റുന്ന ഒരു ആശയം ഇസ്ലാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നിലവിലുള്ള അമേരിക്കക്കാരായ സൈനികരെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് എനിമിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്, അതിന് ആവേശം ഇസ്ലാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് താലിബാൻ വരികയും അങ്ങനെ 94 മുതൽ അവർ ചെറുതും വലുതുമായ യുദ്ധങ്ങളിലൂടെ 96 കാലഘട്ടത്തിൽ ഇവർ അഫ്ഗാന്റെ മുഴുവൻ അധികാരം, ഏകദേശം ഭൂരിപക്ഷം പ്രദേശം അവരുടെ കയ്യിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് 5 വർഷക്കാലം അവർ ഭരിക്കുകയും ചെയ്യുന്നു. മുല്ല ഉമർ, അബ്ദുൽ ഗനി ബറാദർ അടക്കമുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അവരുടെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത്. മുല്ല ഉമറിനെയൊക്കെ നമുക്കറിയാം, ഒറ്റക്കണ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ആ ഒറ്റക്കണ്ണ് തന്നെ ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു നരേറ്റീവിനെ രൂപീകരിക്കാൻ കാരണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒറ്റക്കണ്ണ് പോലും അമേരിക്കൻ വിരുദ്ധമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുല്ല ഉമർ അഫ്ഗാനികൾക്കിടയിൽ ഒരു വീരപരിവേഷവും കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരു മുജാഹിദ് എന്നുള്ള പരിവേഷവും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 6 വർഷക്കാലത്തെ ഇവരുടെ ഭരണം യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ,
ആ ഒരു സമൂഹത്തെ അവർ കൊടുത്ത വാഗ്ദാനത്തെ നല്ലപോലെ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ നിയമ നടപടികളാവട്ടെ, ക്രിമിനൽ രീതികളാവട്ടെ, പണിഷ്മെന്റ് രീതികളാവട്ടെ എല്ലാം വളരെ കണിശവും കർക്കശവും ആയ രീതികളായിരുന്നു. സ്ത്രീകളോടുള്ള അവരുടെ സമീപനം വളരെ നല്ലതായിരുന്നില്ല. പല സ്കൂളുകൾക്കെതിരെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, അഫ്ഗാനി ഉൾഭാഗങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് ഇപ്പോഴും അത്രത്തോളം എളുപ്പമല്ല. പക്ഷേ താലിബാൻ അധികാരത്തിൽ വരികയും അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അവിടെ റോളില്ലാതായി വരികയും ചെയ്തതോടുകൂടി അമേരിക്ക അടക്കമുള്ള വിവിധ വെസ്റ്റേൺ രാഷ്ട്രങ്ങളുടെ പ്രോപ്പഗണ്ടയുടെ ഭാഗമായിരുന്നു താലിബാനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത് എന്ന് പറയുന്ന ഒരു വായനയിലേക്ക് എത്തുന്നത്. മുമ്പേ തന്നെയും ഉൾഭാഗങ്ങളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ പെൺകുട്ടികൾക്ക് ഇത്രത്തോളം റോളുകളില്ല, സാമൂഹ്യപരമായ റോളുകൾ. അതും കൂടി താലിബാന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ താലിബാൻ തടഞ്ഞില്ല എന്നല്ല, താലിബാൻ തടഞ്ഞിട്ടുണ്ട്, ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലും ഉണ്ടാവുന്ന വിഷയങ്ങൾ എല്ലാം കൂടി താലിബാന്റെ തലയിൽ വെച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ കൂടെ തന്നെ മറ്റൊരു വിഷയമുള്ളത്, ഈ ബാമിയാൻ പ്രതിമയുടെ ഒരു അറ്റാക്കിനെ കുറിച്ച് നമുക്കറിയാം. അതിന് രണ്ട് നെറേറ്റീവ്സ് ആണ് ബാമിയാൻ പ്രതിമയുടെ അറ്റാക്കിനെ കുറിച്ചുള്ളത്. ഒന്നാമത്തെ നെറേറ്റീവ്സ് എന്ന് പറയുന്നത്, അവിടെ അഫ്ഗാനികളായ പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും ദരിദ്രരും കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് സാമ്പത്തികമായ സഹായം നൽകാതെ, എന്നാൽ ഈ പ്രതിമകളെ സംരക്ഷിക്കുന്ന യുഎന്റെ നിലപാടിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അറ്റാക്ക് ഉണ്ടായത് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ്സ് ഉണ്ട്. മറ്റൊരു നെറേറ്റീവ്സ് താലിബാൻ തന്നെയും താലിബാൻ പറയുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു നെറേറ്റീവ്സ്, അത് ഞങ്ങളല്ല ചെയ്തത്, അത് അമേരിക്ക ചെയ്തിട്ട് താലിബാനെ ടാർണിഷ് ചെയ്യാനുള്ള അവരുടെ നടപടിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു രീതിയായിരുന്നു എന്നാണ് പറയുന്നത്. അമേരിക്ക തന്നെ ചെയ്തതാണെന്നാണ് രണ്ടാമത്തെ നെറേറ്റീവ്സ്. എന്താണെങ്കിൽ പോലും അത് താലിബാന്റെ മുകളിൽ വരികയും അത് കൂടുതൽ ഒരു ഇസ്ലാമോഫോബിക് ആയ സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യത ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ആ ഒരു സാഹചര്യത്തിലാണ് വേൾഡ് ട്രേഡ് സെന്റർ 9/11 സംഭവിക്കുകയും ഒസാമ ബിൻ ലാദനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ, അവിടെ അഭയം നൽകിയെന്നതിന്റെ പേരിൽ അമേരിക്ക ഇൻവേഷൻ നടത്തുകയും ഇവരെ തുരത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഒരു 2001 മുതൽ 2020 വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന 20 വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക അവർക്ക് താലിബാനെ തകർക്കാൻ കഴിയാതിരുന്നത്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് അവർ അവിടെ നിന്നത് എന്നുള്ളതും കൂടി ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിൽ ഒന്ന്, അവിടെ തന്നെ നിൽക്കാനുള്ള അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അഫ്ഗാന്റെ മണ്ണ് അഫ്ഗാനികളൊക്കെ അല്ലാതെ തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് പ്രസിഡന്റ് ആയിരുന്ന ഹാമിദ് കർസായിനെ അടക്കമുള്ള ആൾക്കാരെ, അദ്ദേഹവും ആ ഭാഗത്ത് അഫ്ഗാനിലെ പ്രമുഖനായ ഒരു പ്രഭുവിനെ പോലെ ജീവിക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ലാൻഡ് ലോർഡ് ആയ ഒരു ആളും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ താലിബാനെതിരെ ഒരു യുദ്ധം നയിക്കുവാനൊക്കെ അമേരിക്ക ശ്രമിച്ചെങ്കിൽ പോലും വിജയിച്ചില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ ചില സ്ട്രാറ്റജിക് നിലപാടുകളും കൂടി ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അഫ്ഗാനിന്റെ ജിയോ പൊളിറ്റിക്സ്, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, ചൈന അടക്കമുള്ള ചുറ്റുപാടും കിടക്കുന്ന രാഷ്ട്രങ്ങളെ നിരീക്ഷിക്കുവാൻ പറ്റുന്ന ഒരു ഭൂമി എന്ന നിലയിൽ അഫ്ഗാനെ ഉപയോഗിക്കാം എന്നത് ഒരു പോയിന്റാണ്. രണ്ടാമത്, അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ, ബില്യൺ കണക്കിന് നഷ്ടങ്ങളും ആളപായങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടായെങ്കിൽ പോലും ആയുധ കച്ചവടത്തിൽ കൂടി ലാഭം കൊയ്യാനുള്ള അവരുടെ ശ്രമം അത് മറ്റൊരു ഫാക്ടർ ആയിരുന്നു. അതുകൂടെ തന്നെ ഈ അഫ്ഗാന്റെ മണ്ണ്, അവിടുത്തെ ഈ റോഡുകൾ, സെൻട്രൽ ഏഷ്യൻ സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളുമായി കണക്ട് ചെയ്യപ്പെടുന്ന പണ്ട് സിൽക്ക് റോഡ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ റോഡുകൾ, വിനിമയ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന റോഡുകൾ, അതിൻ്റെ ഒരു നിയന്ത്രണം തങ്ങൾക്കുണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെ ചൈനയെ എതിർക്കുക, കാരണം സൗത്ത് ഏഷ്യൻ ഭാഗങ്ങളിൽ ചൈന ശക്തമായ റോള് വഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയെയും എതിർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് അഫ്ഗാനിന്റെ മണ്ണ്. ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് അഫ്ഗാനെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും പിന്നീട് വളരെ നഷ്ടപരമായി മാറുന്ന, അവർക്ക് പരാജയം തന്നെ ഫീൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒബാമ ആദ്യം തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നതാണ് പറയുന്നെങ്കിൽ പോലും പിന്നീട് പിൻവലിക്കാതെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. പിന്നീട്
ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയും ഡൊണാൾഡ് ട്രംപ് തന്റെ ദേശീയ നയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ വാഗ്ദാനത്തിൽ ഒന്നായിരുന്നു തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുമെന്നുള്ളത്. അതൊരു ദേശീയത, അമേരിക്കൻ ദേശീയത പറഞ്ഞിട്ടാണല്ലോ അയാളുടെ ഒരു വാഗ്ദാനങ്ങളിൽ ഒന്നതായിരുന്നു. അതിന്റെ പേരിലും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള നഷ്ടങ്ങൾ തികത്തുക എന്നതിലും പിൻവലിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ ജോയ് ബൈഡന്റെ കാലത്തിലേക്ക് എത്തുകയും ജോയ് ബൈഡൻ അങ്ങനെ 2020 കാലങ്ങളിൽ താലിബാൻ അമേരിക്കൻ ചർച്ചകൾ മൂർച്ഛിക്കുകയും ഖത്തറിൽ തന്നെ വെച്ചുകൊണ്ട് അതിന് സന്ധി തയ്യാറാവുകയും ചെയ്യുന്നു. ആ സന്ധിയിൽ പ്രധാനമായി അവരെടുത്ത് പറയുന്നത് താലിബാൻ ഇനി മുതൽ അൽ ഖൈദയുമായിട്ടോ അല്ലെങ്കിൽ വിവിധ അവിടുത്തെ സെക്യൂരിറ്റിയെ അപായപ്പെടുത്തുന്ന സംഘടനകളുമായി ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞ ഒരു തീരുമാനമായിരുന്നു ഒന്നാമത്തത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി കൂടുതൽ താലിബാൻ നോക്കും എന്ന് പറയുന്ന ഒരു വാദവും കൂടി ഈ രഞ്ജിയിലുണ്ടായിരുന്നു, അതായത് സന്ധിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക മെയ് മാസത്തിൽ സൈന്യത്തെ പിൻവലിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അമേരിക്ക പിൻവലിച്ചില്ല. അതിന്റെ പേരിൽ താലിബാൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും താലിബാന്റെ തന്നെ സൈന്യത്തെ ഇവർ അറ്റാക്ക് ചെയ്യുകയും അതിൽ തിരിച്ചടി അമേരിക്ക ഫേസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്ന പ്രസ്താവനകളൊക്കെ താലിബാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കാൻ പോകണമെന്നുള്ള ഒരു വർത്തമാനവും പറയുന്നു. അത് ഇനി എന്താണെന്നുള്ളത് കണ്ട് അറിയാം. ഇതാണ് അമേരിക്കയും താലിബാനും തമ്മിലുള്ള ഒരു ബന്ധം. ഇതിന്റെ കൂടെ തന്നെ പാകിസ്ഥാന്റെ കൂടി ചർച്ചയും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഈ താലിബാൻ തന്നെ രൂപപ്പെടുന്നത് പാകിസ്ഥാൻ അഫ്ഗാനി ബോർഡറിന്റെ പശ്ചാത്തലത്തിലാണ്. പാകിസ്ഥാനിൽ തന്നെയുള്ള ദൈവബന്ധി സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് പഠിച്ച ഒരുപറ്റം വിദ്യാർത്ഥികളും അധ്യാപകരും തന്നെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ISIയുടെ പ്രൊഡക്റ്റ് ആണ്, പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ പ്രൊഡക്റ്റ് ആണ് താലിബാൻ എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ അതിലുണ്ട്. അതെല്ലാം ശരിയാവണമെന്നുമില്ല. എന്നാൽ പോലും പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ ക്രമത്തിലും ഈ അവർ തമ്മിലുള്ള വൈജ്ഞാനിക വിനിമയത്തിലും ഇതിൻ്റെ ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ ചേർത്ത് പറയണം. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരുടെ വളർച്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ തഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടന പാകിസ്ഥാനിൽ രൂപപ്പെടുകയുണ്ടായി. അത് ഈ താലിബാനുമായി നേരിട്ട് ബന്ധമില്ല. പക്ഷെ ആശയപരമായ ഒന്ന് തന്നെയാണെങ്കിൽ പോലും പലപ്പോഴും പറയുന്നത് ഈ താലിബാനുടെ എല്ലാം പാകിസ്ഥാൻ ആർമി ഇന്റലിജൻസും അതുപോലെ തന്നെ ഭരണകൂടം ഒരു സോഫ്റ്റ് കോർണർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകും. കാരണം ചില ഭാഗങ്ങളിൽ വസീറിസ്ഥാൻ അടക്കമുള്ള ചില ഭാഗങ്ങളിൽ ഇവർക്ക് ഡൊമിനൻസ് ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ 1994 പശ്ചാത്തലത്തിൽ 2014 കാലഘട്ടത്തിൽ പെഷവാറിലെ സ്കൂളിൽ ഒരു വലിയ ബോംബ് അറ്റാക്ക് ഉണ്ടാകുകയും 140-ലധികം കുട്ടികളും ജീവനക്കാരും മനുഷ്യരും കൊല ചെയ്യപ്പെടുന്നതോടുകൂടി നവാസ് ഷെരീഫ് അവിടെ ഉണ്ടായിരുന്ന വിവിധ സംഘടനകളെയും 100-ലധികം വിവിധ സംഘടനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് താലിബാനെതിരെ ഒരു ഓപ്പറേഷൻ രൂപീകരിക്കുകയും സർബെ അസബ് എന്നുള്ള പേരിൽ മുഴുവനും ഇല്ലാതാക്കി കളയുക എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ രൂപീകരിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ അഫ്ഗാൻ ബോർഡറിൽ ഉണ്ടായിരുന്ന തഹ്രീക്ക് താലിബാന്റെ 40% ആൾക്കാരെ തുരത്തി ഓടിക്കുകയും വധിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും കൂടി അന്ന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ തഹ്രീക്ക് താലിബാനും മറ്റേ താലിബാനും തമ്മിൽ സംഘടനാപരമായി നേരിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി നിരവധി തഹ്രീക്ക് താലിബാന്റെ ഫൈറ്റേഴ്സ്, അതായത് അവരുടെ മിലിറ്റൻസ്, അവർ രക്ഷപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അപ്പോൾ ഈ തഹ്രീക്ക് താലിബാന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ മിലിറ്റൻസോ എന്നോ വിളിക്കാൻ പറ്റുന്ന ഈ കൂട്ടരും താലിബാനിലേക്ക് എത്തുന്നതും താലിബാന്റെ പുതിയൊരു വളർച്ചയ്ക്ക് സഹായകമായി മാറുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാവുന്നുണ്ട്. അതാണ് പാകിസ്ഥാൻ താലിബാനും അഫ്ഗാനി താലിബാനും തമ്മിലുള്ള ഒരു ബന്ധം. കാരണം ഒന്ന് ദൈവബന്ധി സ്കൂൾ ഓഫ് തോട്ടാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു സലഫി മെത്തേഡും ഉണ്ട്. ദൈവബന്ധികളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, തസവുഫിനോട് കുറച്ചും കൂടി ഒരു മയമുള്ള നിലപാടാണ് സ്വീകരിക്കുക, എന്നാൽ ഒരു സലഫി അപ്രോച്ചും അവർക്ക് കൂടെ ഉണ്ട് താനും. ഈ രണ്ട് മിക്സറാണ് താലിബാന്റെ രീതികളും. മുഴുവനും സലഫി സൂഫി വിരുദ്ധരല്ല. അത് മാത്രമല്ല, പുതിയ താലിബാൻ ഈ അമേരിക്കയുമായി സന്ധി ചെയ്തത് തന്നെ താലിബാനിൽ ഉണ്ടായ മാറ്റങ്ങളും കൂടിയാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്, മുമ്പ് താലിബാൻ അമേരിക്കയുമായിട്ടോ വൈദേശിക ശക്തികളുമായിട്ടോ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അമേരിക്കയുമായി സന്ധിക്ക് തയ്യാറായി, അഫ്ഗാൻ ഭരണകൂടവുമായി സന്ധിക്ക് തയ്യാറായി.
അതുപോലെ തന്നെ ഈ അൽ-ഖൈദ, ഈ ഉസാമ ബിൻ ലാദന്റെ വിഭാഗവുമായിട്ടോ മറ്റുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഉപേക്ഷിക്കാം എന്നുള്ള സന്ധിയിലേക്ക് എത്തിച്ചേർന്നു. താലിബാന്റെ തന്നെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അനുവാദം നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് കാലഘട്ടം മാറുന്നതോടെ നിരവധി മാറ്റങ്ങളിൽ അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് എന്നത് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും പോലും അവരുടെ മുഴുവൻ ഓവർലുക്ക്, അവരുടെ ഒരു ഔട്ട്ലുക്ക് മാറുന്നില്ല. അത് ഇനി എന്താണ് എന്നുള്ളത് ഇനി കണ്ടറിഞ്ഞേ പറ്റൂ എന്നുള്ളതും കൂടിയാണ്. പാകിസ്ഥാന്റെ ഒരു ചരിത്രം അതാണ്. ഇന്ത്യയും പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ഈ റോൾ, അല്ലെങ്കിൽ താലിബാന്റെ കീഴിലുള്ള ഈ റോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രാദേശിക താല്പര്യത്തിന് വിരുദ്ധമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചർച്ചകൾ വരുന്നത് താലിബാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണെന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് ഒരു കാര്യമാണ്. ഡാനിഷ് സിദ്ദീഖിയൊക്കെ വധിക്കപ്പെടുമ്പോൾ ശക്തമായ രീതിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് അത് അപലപിക്കാത്തതൊക്കെയും ഇന്ത്യയുടെ ഒരു നിലപാടില്ലായ്മയാണ് കാണിക്കുന്നത്. അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരുപാട് സിറ്റിസൺസ് അഫ്ഗാനിസ്ഥാനിലുണ്ട് ജോലിക്കാരായി. അവരോടൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ളൊരു പോളിസിയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത്. പക്ഷെ എന്നാലും പാക് ചൈന ബന്ധത്തെ എതിർക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ റീജിയണൽ റോൾ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയും കൂടുതൽ അഫ്ഗാൻ വിഷയത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ചൈനയുടെ കാര്യവും പ്രത്യേകം പറയേണ്ടതുണ്ട്. ചൈനയിലെ മുമ്പ് താലിബാനും സിൻജിയാങ് പ്രദേശത്തിലുള്ള ചില മുസ്ലിം ഗ്രൂപ്പുകളുമായിട്ട് താലിബാന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ബന്ധം പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് ചൈനയും താലിബാൻ തമ്മിലുള്ള ചർച്ചകൾ എത്തിച്ചേരുന്നത്. അപ്പം ആ ഒരു വിഷയവും ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ ഭാഗത്തേക്കുള്ള സിൽക്ക് റോഡ് എന്ന് പറയുന്ന പുതിയ റോഡുകളുടെ കണക്ഷൻ അത് ചൈനയ്ക്ക് വാണിജ്യപരമായി ആവശ്യമാണ്. ആ ഒരു രീതിയിൽ ചൈനയും താലിബാൻ തമ്മിലുള്ള ചർച്ചകൾക്ക് കൂടുതൽ സജീവമായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റഷ്യയ്ക്കും ഇതേ ചൈനയുടെ തന്നെ താല്പര്യങ്ങൾ റഷ്യയ്ക്കും അവിടെയുണ്ട്. ഇറാനും സ്വാഭാവികമായും ഇതേ റോളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ തുർക്കിയാണ് പ്രധാനമായും റോള് വഹിക്കുന്ന മറ്റൊരു രാഷ്ട്രം. നാറ്റോ സൈന്യവും അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യമൊക്കെ അവിടെ നിന്ന് പിൻവലിച്ചാൽ പോലും തുർക്കി അവിടെ നിൽക്കുകയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ താലിബാനുമായിട്ടുള്ള നല്ല ബന്ധവും പിന്നീട് ബാക്കിയുള്ള വിവിധ ഗ്രൂപ്പുകളുമായിട്ടും തുർക്കിക്ക് ആ ഭാഗങ്ങളിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വാർത്തകളിലൂടെ നമുക്ക് റിപ്പോർട്ടുകൾ കാണുവാൻ കഴിയും. കാരണം ഈ അഫ്ഗാനിലുള്ള തുർക്കിക് വംശജരുമായിട്ടുള്ള ഒരു ചരിത്ര ബന്ധം, ഉസ്മാനിയ ഖിലാഫത്തുമായിട്ടുള്ള ഒരു ചരിത്ര ബന്ധം, അതുപോലെ തന്നെ ഒരു സൗദി വിരുദ്ധ ബ്ലോക്ക് എന്ന നിലയിൽ തുർക്കി സൗദിയുടെ റോളിനെ കുറയ്ക്കുകയും തുർക്കിയുടെ റോൾ കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയം കൂടി തുർക്കിയുടെ നിലപാടുകൾക്കുണ്ട്. കാരണം തുർക്കിയുടെ തന്നെ വിവിധ സോഫ്റ്റ് പവർ, വിവിധ സീരീസുകൾ നന്നായി പ്രക്ഷേപണം ലഭിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ആ അഫ്ഗാനിസ്ഥാനും അതിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുള്ള താലിബാനുമായിട്ടും നല്ല ബന്ധം തുർക്കി ഉണ്ടാക്കുന്നത് ഈ പ്രാദേശിക താല്പര്യം കൂടി സംരക്ഷിക്കാനാണ്. അപ്പൊ ഈ ഒരു തരത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും താലിബാനുമായിട്ട് കൂടുതൽ ഒരു അനുരഞ്ജനത്തിലേക്ക് പോകുന്നത്, താലിബാന്റെ കീഴില് ഏകദേശം 70% താലിബാന്റെ കീഴിൽ വന്നു കഴിഞ്ഞു. 300-ലധികം വില്ലേജുകൾ അവരുടെ കീഴിലുണ്ട്. ഇനി സ്വാഭാവികമായും താലിബാൻ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് ഈ രാഷ്ട്രങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിൻ്റെയും കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ താലിബാൻ എന്താണ് രാഷ്ട്രത്തിൽ ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. അവർ മുൻകഴിഞ്ഞ കാലങ്ങളിൽ അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ പോലും അത് മാത്രമല്ല, മുല്ല മുത്തഖി അടക്കമുള്ള താലിബാൻ ലീഡേഴ്സ് മുമ്പ് പറയാത്ത രീതിയിൽ ഷിയ സുന്നി ഏകത ഐക്യം വേണമെന്ന് പറയുന്ന തരത്തിലുള്ള യൂട്യൂബ് ക്ലിപ്പുകൾ പോലും അവർ വ്യാപിപ്പിക്കാനുള്ള ശ്രമവും കൂടിയാണ്. അപ്പോൾ മുമ്പ് ഒരു സലഫി വ്യൂ പോയിന്റ് ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തമായ ഒരു സുന്നി തീവ്രവാദം കാണിക്കുന്ന ആളാണെങ്കിൽ ഷിയാക്കളോട് ആ രീതിയിൽ പെരുമാറുകയില്ല, പറയുകയില്ല. എന്നാൽ പോലും അതിലും വരുന്ന ചില മാറ്റങ്ങളും കൂടിയാണ് ഇതെന്ന് നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു ആവശ്യവും കൂടിയുണ്ട്. ഇങ്ങനെ സമകാലിക രാഷ്ട്രീയത്തിൽ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങൾ താലിബാന്റെ റോളിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും മാറി വരുന്നത് അത് ഒരു താലിബാന് കൂടുതൽ പോപ്പുലർ കൂടിയാണ്. അത് മാത്രമല്ല, ഈ 20 വർഷത്തിന്റെ കാലത്തിനിടയിൽ ഒന്നുകിൽ ഒരു വലിയൊരു ഭീഷണിയുള്ള സ്വന്തം നാട്ടുകാർ തന്നെ തള്ളിക്കളയുന്ന ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ ഇല്ലാതാവുകയായിരുന്നു വേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ വളരുവാൻ
താലിബാൻ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതും കൂടി ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ താലിബാനെതിരെ നടത്തുന്ന പല വാർത്തകളും അർദ്ധസത്യങ്ങളും കൂടിയാണ് എന്നും കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് അറ്റാക്കുകൾ അവരും ചെയ്യുന്നുണ്ട്. അത് കൂടെ പറയുന്നതോടൊപ്പം തന്നെ താലിബാന്റെ പേര് പറഞ്ഞ് ഒരു ഫാഷിസത്തിന്റെ കൂടെ അതിനെ എതിർക്കുവാൻ വേണ്ടി അത് ഹിന്ദു താലിബാനിസം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നേരിട്ട് ഒരു ഇസ്ലാമോഫോബിക് ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള കാരണമാണ്. നേരിട്ട് ഫാഷിസം എന്ന് പറയാൻ പേടിച്ചുകൊണ്ട് അതിനൊരു മറ്റൊരു അപരവൽക്കരണം നടത്തുന്ന മുസ്ലിം അപരവൽക്കരണം നടത്തുന്ന ഭാഗത്തേക്ക് ഇത് മാറുന്നതും, അതുപോലെ തന്നെ പാകിസ്ഥാൻ, കാശ്മീർ, കേരളം എന്ന രീതിയിൽ താലിബാൻ ഇങ്ങോട്ടൊക്കെ എത്തുമെന്ന് പറയുന്ന ഒരു ഭീതി വർദ്ധിപ്പിക്കാനും പുതിയ മാധ്യമങ്ങളും പത്രക്കാരും ചില എഴുത്തുകാരൊക്കെ ശ്രമിക്കുന്നതും കൂടി ഈ ഒരു സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കണം. അപ്പോൾ താലിബാനെ വിമർശിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവർ വളർന്നു വന്ന അവരെ വിവിധ രാഷ്ട്രങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താലിബാൻ